ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, SCRT 2025 പുതിയ പാഠപുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. SSLC പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി ലഭിക്കാൻ പോകുന്നത് ഓരോ വിഷയത്തിനും പുതിയ പാഠപുസ്തകങ്ങളായിരിക്കും. നമ്മൾ ഇന്ന് SSLC 2025 പുതിയ ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നോക്കാൻ പോവുകയാണ്. നിലവിൽ ഇംഗ്ലീഷിലെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാം, കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഓരോ യൂണിറ്റിൽ 3-4 ചാപ്റ്റേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാഠപുസ്തകങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ആദ്യത്തെ ഭാഗത്ത് 3 യൂണിറ്റുകളാണുള്ളത്. 3 യൂണിറ്റുകളിൽ ഓരോന്നിലും 3 പാഠഭാഗങ്ങൾ തന്നെ ഇത്തവണയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഉൾപ്പെടുത്തിയിട്ടുള്ളതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ പുതിയ പാഠഭാഗങ്ങളാണ് നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങി വെച്ചിരിക്കുന്ന ആളുകൾ ആ ടെക്സ്റ്റ് ബുക്ക് മാറ്റുക. അതുകൊണ്ട് നമുക്കിനി യൂസ് ഇല്ല എന്ന് മനസ്സിലാക്കുക. ദെൻ യൂണിറ്റുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കുറച്ചുകൂടി വളരെ നല്ല, നമ്മുടെ ഈ ഒരു പ്രായത്തിലെ കൗമാരക്കാർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് നല്ല മെസ്സേജുകൾ പകർന്നു നൽകുന്ന, അതേപോലെ സമകാലികമായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാഠഭാഗങ്ങൾ നമുക്ക് ഈ ഒരു SSLC 2025 പാഠപുസ്തകത്തിൽ കാണാൻ കഴിയുന്നതാണ്. ഞാനിന്ന് ഓരോ യൂണിറ്റിലും ഏതൊക്കെ പാഠങ്ങളുണ്ട് എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വിൻസ്പെയർ എന്ന ഈ ചാനലിൽ സാധാരണഗതിയിൽ കോമ്പറ്റേറ്റീവ് എക്സാം, നമ്മുടെ കേരള PSC നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 പുതിയ പാഠപുസ്തകം റിലീസ് ചെയ്തത് കൊണ്ട് തന്നെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങളുടെ ഒരു എക്സ്പ്ലനേഷനും അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകൾ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട, സൊല്യൂഷൻസ് നിർബന്ധമായിട്ടും പഠിക്കുക. കാരണം നമ്മുടെ ഗ്രാമറും വൊക്കാബുലറി എല്ലാം SCRT ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ദെൻ നിങ്ങൾ SSLCക്ക് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടും പ്രയോജനപ്പെടുത്തുക. സോ നമുക്ക് ആദ്യത്തെ യൂണിറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ യൂണിറ്റിന്റെ പേര് വരുന്നത് ട്രയൽസ് ആൻഡ് ക്രൈംസ് എന്നാണ്. ശ്രമവും വിജയവും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനർത്ഥം പറയാം കേട്ടോ. ശ്രമവും വിജയവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അവിടെയെല്ലാം കൃത്യമായിട്ട് ശ്രമിച്ച് നമ്മൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രമേ വിജയം നമ്മളെ തേടി വരികയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയും സർവൈവർ ടെസ്റ്റിമണി. സർവൈവർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നത്തിൽ നിന്നും കരകയറിയ ആളുകളുടെ സാക്ഷ്യമാണ്, അവരുടെ അനുഭവമാണ്. നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ ദ ഷിപ്പ് റെക്ക്ഡ് സെയിലർ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഷോർട്ട് സ്റ്റോറിയിൽ വന്നിട്ടുള്ളത് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുള്ളത് നമ്മുടെ ഗബ്രിയേൽ മാർക്കോസ് ആണ്. ദെൻ ഇൻ ദ ആറ്റിക്, അതും ഷിപ്പ് റെക്ക്ഡ് സെയിലർ പോലെ തന്നെ ഉള്ള ഒരു യഥാർത്ഥ സംഭവമാണ് കേട്ടോ, യഥാർത്ഥ സംഭവമാണ്. ദെൻ പിന്നീട് വരുമ്പോൾ ഡ്രാമാറ്റിക് സ്പീച്ച്. ഒരു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ സ്കൂൾ പാഠപുസ്തകങ്ങൾ മാത്രം വായിച്ച് ശീലിച്ചിട്ടുള്ള കൂട്ടുകാർക്ക് പരിചയം ഉണ്ടാവാത്ത ഒരു ജോണറായിരിക്കും ഡ്രാമാറ്റിക് സ്പീച്ച്. വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള നാടകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രസംഗമാണ്. മാർക്ക് ആന്റണി നടത്തുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രസംഗമാണ്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ഡിഗ്രി ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ജനറൽ പേപ്പറിൽ പഠിക്കേണ്ടി വരും അല്ലേ. നിങ്ങൾ ഏത് ഡിഗ്രി പഠിച്ചാലും ജനറൽ പേപ്പറിൽ ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരും. അപ്പോൾ അവിടെ എവിടെയെങ്കിലും നിങ്ങളെ കാത്തിരിക്കുന്ന ആ ഒരു പ്രസംഗമായിരിക്കും ഇതാ. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ എന്ന് തുടങ്ങിക്കൊണ്ട് വളരെ പ്രശസ്തമായിട്ടുള്ള, വായന പരിചയമുള്ള ആളുകൾക്ക് ഒരിക്കലും വിട്ടുപോകാൻ സാധ്യതയില്ലാത്തൊരു പ്രസംഗമാണ് മാർക്ക് ആന്റണിയുടെ പ്രസംഗം.
അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിനും വളരെ ഉപകാരപ്രദമായിരിക്കും. ഒരു പ്രസംഗം എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് വളരെ നന്നായിട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ കൃത്യതയോടുകൂടി പറയുക എന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡ്രാമാറ്റിക് സ്പീച്ച്, വില്യം ഷേക്സ്പിയറിൻ്റെ ഡ്രാമാറ്റിക് സ്പീച്ചും നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ രണ്ടാമത്തെ യൂണിറ്റിൽ പോകുമ്പോൾ വീണ്ടും വന്നിരിക്കുന്നത് പാത്സ് ടു പ്രോഗ്രസ്, പുരോഗതിയുടെ പാതയിൽ. ഈ പുരോഗതിയുടെ പാതയിൽ എന്ന് പറയുന്ന യൂണിറ്റ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരുപാട് വഴികളുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയി വിജയം കൈവരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണ്. ഇതിൽ ആദ്യമായിട്ടൊരു പ്രസംഗമാണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ശ്രീകാന്ത് ബോല, APJ അബ്ദുൽ കലാമിൽ നിന്നും അവാർഡൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം നടത്തുന്ന വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. ദെൻ ലൈഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജീവിതകഥയാണ്, ജീവിതകഥ. അതിൽ സ്റ്റോറി, ട്വിങ്കിൾ ഖന്ന, പാഡ്മാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ട്വിങ്കിൾ ഖന്ന, അതേപോലെ മുരുകാനന്ദവുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ കേട്ടോ. മുരുകാനന്ദമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾ കേട്ടോ, APJയുമായിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ആള്. ദെൻ ദ സീഡ്ലിംഗ്, അതൊരു കവിതയാണ്. പോൾ ലോറൻസ് ഡൺബർ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ദ സീഡ്ലിംഗ്. ഇത് ഈ 4 ഭാഗങ്ങൾ അല്ലെ, ഈ 4 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്കായി കാത്തിരിക്കുന്നത്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള, പ്രത്യേകിച്ച് നമുക്ക് തൊട്ട് മുന്നേ ഉള്ള നമ്മുടെ ഈ ഒരു കാലത്തും നമ്മുടെ കാലത്തോട് നമുക്ക് പരിചയമുള്ള ആളുകളാണ്. ഒരുപക്ഷെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഇവരുടെ വാർത്തകൾ കണ്ട് വായിച്ചിട്ടൊക്കെ ഉണ്ടാവും. പത്രത്തിലുള്ള കുറച്ച് ആളുകളെ പരിചയപ്പെടുത്തുന്ന ഒരു യൂണിറ്റാണിത്. ഇതിലൂടെ നിങ്ങളുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽ കണ്ടെത്താനും അതിനുവേണ്ടി നിങ്ങൾക്ക് എഫേർട്ട് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷനാണ് നൽകുന്നത്. അപ്പോൾ വളരെ നല്ലൊരു യൂണിറ്റാണ്. ദെൻ ഇനി മൂന്നാമത്തെ യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി നമ്മുടെ ചിന്തകളെ ഉണർത്തുന്ന, നമ്മുടെ ചുറ്റും പല പ്രശ്നങ്ങളുണ്ടാവും, ആ പ്രശ്നങ്ങൾക്കെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കിയ ചില സുപ്രധാന സംഭവങ്ങളുണ്ട്. അതാണ് സ്വാതന്ത്ര്യ സമരവും യുദ്ധങ്ങളും വിപ്ലവങ്ങളും തുടങ്ങിയ കാര്യങ്ങൾ. സോ ദ ട്രംപറ്റ്സ് ഓഫ് ചേഞ്ചിൽ മാറ്റങ്ങളുടെ കാഹളം ഉണ്ടാക്കിയ ചില സംഭവങ്ങളും അവ കാരണം ലോകത്തുണ്ടായ സുപ്രധാനമായ ചേഞ്ചസുമാണ് ഇതിനകത്ത് പറയുന്നത്. അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്ന ഒരു സോങ് ആണ്, കവിത അല്ല, ഒരു സോങ് ഉണ്ട്. ദെൻ വാർ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി, യുദ്ധത്തിന് വിജയം എന്നതിലപ്പുറം നഷ്ടങ്ങളുടെ കുറെ കഥകൾ പറയാനുണ്ട്. ആ ഒരു കഥയാണ് വാർ എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി. വളരെ ഫേമസ് ആയിട്ടുള്ള, ഡിഗ്രിയിൽ അടക്കം പഠിക്കാനുള്ള ഒരു സ്റ്റോറിയാണ്. ദെൻ എ പിയേഴ്സ് ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്ന മറ്റൊരു ഷോർട്ട് സ്റ്റോറി. രണ്ടും വളരെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഷോർട്ട് സ്റ്റോറീസ് ആണ്. സോ മൊത്തത്തിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് കുട്ടികളുടെ ഫ്യൂച്ചറിന് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൻ്റെ ആക്ടിവിറ്റീസും കുറച്ചുകൂടി നമുക്ക് നല്ല തരത്തിലുള്ള എക്സ്പീരിയൻസ് നൽകുന്നതായിരിക്കും. നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള പഠനങ്ങൾക്കും, ഡിഗ്രി പഠനങ്ങൾ പോലും മുന്നിൽ കണ്ടുകൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. മാത്രമല്ല നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിൽ കുറേ മെസ്സേജസ് നിങ്ങൾക്ക് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒളിപ്പിച്ചല്ല, വളരെ വ്യക്തമായി തന്നെ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. അത് കൃത്യമായിട്ടും മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കേവലം മാർക്കുകൾക്കോ സർട്ടിഫിക്കറ്റിന് വേണ്ടിയോ അല്ല നിങ്ങൾ പഠിക്കേണ്ടത്, ജീവിത വിജയത്തിന് വേണ്ടിയാണ്. അതിന് സർട്ടിഫിക്കറ്റിനും അപ്പുറം പല കാര്യങ്ങളും നിങ്ങൾ നേടാനുണ്ട്. അതൊക്കെ ഇതിലൂടെ നിങ്ങൾ നേടിയെടുക്കുക. ഒപ്പം നല്ലൊരു മാർക്കോടുകൂടി SSLC പാസ്സാവുകയും ചെയ്യുക. സോ ഇൻസ്പയറിലൂടെ നിങ്ങൾക്ക് പരമാവധി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.